എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു തരിക്കുംസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വൈകുന്നേരത്തെ ചായക്കായാലും പെട്ടെന്നൊരു ഗസ്റ്റ് എല്ലാം വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും കൂടെ പറ്റിയ നല്ലൊരു ചായക്ക് കടിയാണ് ഈ ഒരു തരിക്കുംസ്. ഉണ്ടാക്കാൻ നല്ല ഈസിയും നല്ല സോഫ്റ്റുമാണിത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു തരിക്കുംസ് റെഡിയാക്കി എടുക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു കുംസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗൾ എടുക്കുന്ന സമയത്ത് ഒട്ടും വെള്ളത്തിൻ്റെ നനവില്ലാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗൾ തന്നെ എടുക്കുക. അതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കോഴിമുട്ടയൊക്കെ റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ നേരത്തെ പുറത്തെടുത്ത് വെക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ക്രീം പരുവത്തിലാക്കിയെടുക്കാം. കയ്യിൽ ഇങ്ങനത്തെ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ വിസ്കോ കയ്യിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. ഇതിൽ കാണുന്നത് പോലെ നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നല്ല കുംസ് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. ആദ്യം സ്പീഡ് കുറച്ചിട്ട് ബീറ്റ് ചെയ്യുക. പിന്നെ സ്പീഡ് കൂട്ടി നിങ്ങളെ ബീറ്ററിന് എത്രയാണോ സ്പീഡ് ഉള്ളത് അതുവരെ കൂട്ടി നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റോളം ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് ക്രീം പരുവത്തിൽ ആയി കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് ക്രീം പരുവത്തിൽ ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 125 ml കപ്പാണ് കേട്ടോ ഇത്, 1/2 കപ്പ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കാം. റവ എടുക്കുന്ന സമയത്ത് വറുത്ത റവ തന്നെ എടുക്കുക. പിന്നെ മെഷറിംഗ് കപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾ ഒരു ഗ്ലാസ്സിനാണ് അളന്നിട്ട് ചേർക്കുന്നതെങ്കിൽ 1/2 ഗ്ലാസ് മൈദയും 1/2 ഗ്ലാസ് റവയും ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും സൺഫ്ലവർ ഓയിൽ എടുത്താൽ മതി, വെളിച്ചെണ്ണ എടുക്കരുത്, ഓയിൽ തന്നെ എടുക്കുക. അതും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഏറ്റവും കുറഞ്ഞ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റാക്കി കൊടുക്കാം. ഒരുപാട് ടൈമൊന്നും ബീറ്റ് ചെയ്യേണ്ട. നമ്മൾ ഇട്ട് കൊടുത്ത മൈദയും റവയും ആ ഒരു ഓയിലും ഒന്ന് ഇതിൽ മിക്സ് ആവണം. ആ ഒരു ടൈം വരെ മാത്രം ബീറ്റ് ചെയ്ത് കൊടുക്കുക. 1 മിനിറ്റിലും കുറവായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് ടൈം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ആ പതയങ്ങ് താണു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഒരു കുംസ് നന്നായിട്ട് പൊങ്ങി കിട്ടൂല. അഥവാ ഇങ്ങനെ ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പാച്ചില വെച്ചിട്ടോ ബിസ്ക് വെച്ചിട്ടോ ഒന്ന് ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് എടുത്താലും മതി. ഏതാണോ എളുപ്പം അതുപോലെ ചെയ്യുക. അങ്ങനെ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയൊരു സ്പാച്ചില വെച്ചിട്ട് അതിൻ്റെ സൈഡിലായതൊക്കെ ഇതിലേക്ക് ആക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി. ഈ ഒരു രീതിയിലാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് കുംസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഗീ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ആ ഒരു ഗീൻ്റെ ഫ്ലേവറും കൂടെ ഇതിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഗീ എന്നിട്ട് ആ കുക്കറിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കിയ ആ ഒരു ബാറ്റർ ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ ഒഴിക്കുന്ന സമയത്തൊക്കെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ബാറ്ററെല്ലാം ഒഴിച്ച് ഇത് അടച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. ഏറ്റവും കുറഞ്ഞ തീയിൽ തന്നെ വെക്കുക കേട്ടോ. ഒന്നുകിൽ അങ്ങനെ വെക്കുക, അല്ലെങ്കിൽ കുറഞ്ഞ തീയിൽ വെക്കുമ്പോഴും നിങ്ങൾക്ക് അടിഭാഗം കരിഞ്ഞു പോകുന്നുള്ള പേടി ഉണ്ടെങ്കിൽ അടിയിലൊരു പഴയ പാനോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുക്കർ വെച്ചിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. ബാറ്റർ മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചിട്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. ഏറ്റവും കുറഞ്ഞ തീയിൽ 15 to 20 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയായി കിട്ടും. പിന്നെ മൂടിൻ്റെ ആ ഒരു വിസിലെടുത്ത് മാറ്റാൻ മറക്കരുത്. അതെന്തായാലും എടുത്ത് മാറ്റണം. അങ്ങനെ നമ്മളിത് വേവാനായിട്ട് വെച്ചിട്ട് 15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ നമ്മൾ വിസിലെടുത്ത് മാറ്റിയ ആ ഒരു ഭാഗത്തൂടെ നന്നായിട്ട് പുക വരാൻ തുടങ്ങും. വീഡിയോയിൽ ശരിക്കും കാണുന്നില്ല, നന്നായിട്ട് പുക വരുന്നുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. പിന്നെ നല്ല മണമായിരിക്കും. നമ്മളെ വീട് മൊത്തം നല്ല ഈ ഒരു കുംസ് റെഡിയാവുന്നതിൻ്റെ മണം ഉണ്ടാവും.
നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതാ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ട, നമ്മൾ ഇളക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ അടർന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് ഇളക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും കുത്തി നോക്കണമെങ്കിൽ കുത്തി നോക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 15 to 20 മിനിറ്റ് അത് ആ ഒരു വിസിലിൻ്റെ ആ ഒരു ഭാഗത്തൂടെ നന്നായിട്ട് പുക വന്നാൽ ഇത് റെഡിയായി എന്നാണ്. കുക്കറിൽ നിന്ന് എടുത്തിട്ട് ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂട് പോയതിന് ശേഷം കട്ട് ചെയ്തിട്ട് കൂടി ചായക്കൊപ്പം കഴിക്കാം. ഒരു പീസ് മതി ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ. അത്രയും നല്ല ടേസ്റ്റാണ്. പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള മുട്ടക്കുംസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. മുട്ടക്കുംസും അതുപോലെ തന്നെ റവക്കുംസും എല്ലാം അടിപൊളി ടേസ്റ്റാണ്. റവക്കുംസ് നമ്മളിത് കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ആ റവ കടിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.